ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിന്റെ ഹിതം നമ്മിൽ പൂർണ്ണമായും നിറവേറാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ജീവിച്ച ഒരാളെ നാം ബൈബിളിൽ കാണുന്നുണ്ട്. അതെ, അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പരിശുദ്ധ അമ്മ. വിശുദ്ധരുടെ ഇടയിൽ വിശുദ്ധയാണ് പരിശുദ്ധ കന്യകാമറിയം. മറ്റാരെക്കാളും കൂടുതലായി പരിശുദ്ധയും അനുഗ്രഹീതയും യേശുവിന്റെ സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിക്കുകയും ചെയ്തവളാണ് അമ്മ. വിശുദ്ധിയുടെ മാർഗം നമ്മെ പഠിപ്പിക്കുക മാത്രമല്ല അമ്മ ചെയ്തത്, മറിച്ച് നമ്മോടൊപ്പം ആയിരിക്കുകയും നമ്മുടെ വേദനകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും സഹനങ്ങളിലൂടെ കടന്നു പോകാൻ സ്വയം വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്ത ഒരു വ്യക്തി കൂടെയാണ് പരിശുദ്ധ അമ്മ. നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രയാസഘട്ടങ്ങളിൽ മറിയമേ സ്വസ്തി എന്ന് ആവർത്തിച്ചു വെല്ലാൻ ശ്രമിച്ചുകൊണ്ട് അമ്മയെ കൂട്ടുപിടിക്കാം, അമ്മയെ അനുകരിക്കാം.